ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐപ്പിന് വെച്ചിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ് കാണിക്കുന്നത്. ഈ ഒരു ഐറ്റം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയിനായിട്ടും ആംഗ്ലറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളർ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഗോൾഡൻ ബീഡും എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ബീഡ്സാണ് നമുക്കിതിന് വേണ്ടത്. ഒരു കരിമണിയുടെ ബ്രേസ്ലെറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൊളുത്തും കണ്ണികളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഐപ്പിന് നമ്മൾ ഈ ഒരു സൈസിലുള്ള ഐപ്പിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബീഡ്സ് കോർക്കാൻ പറ്റും. അതായത് സിംഗിൾ ബീഡിൻ്റെ രണ്ടെണ്ണം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മളിവിടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. ഇനി അതിന് ഒരു വളച്ചെടുക്കാനുള്ള ലെങ്ത്ത് നിർത്തിയിട്ട് ബാക്കി ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിനെ നമുക്ക് അവിടെ അപ്പുറത്തെ ലൂപ്പ് പോലെ തന്നെ ആ ലൂപ്പ് ഇതുപോലെ സൈഡിലേക്ക് വളച്ച് ഇതുപോലെ ഒന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ 3 വട്ടം ഒന്ന് വളച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ലൂപ്പ് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് ചാനലിലുണ്ട് കേട്ടോ, ഒന്ന് കയറി കണ്ടോളൂ. അപ്പോൾ ഇനി നമ്മളത് അവിടെ അങ്ങനെ വെച്ചു. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത പീസിനെ നമുക്ക് വീണ്ടും ഒരു ഐപ്പിനായിട്ട് ഇതുപോലെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതുപോലെ തന്നെ വളച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഐപ്പിനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പീസ് കളയും വേണ്ട. നമുക്കിവിടെ ഒരു 6 ബീഡ്സിന് ഒരു 3 ഐപ്പിന് മതിയാവും. അല്ലെങ്കിൽ ഒരു 12 ബീഡ്സിന് 6 ഐപ്പിനുണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു ഐപ്പിന് വെച്ചിട്ട് നമുക്ക് 2 ബീഡ് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഐഡിയകൾ നിങ്ങളും ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത പീസുകൾ കളയരുത്. ഇതുപോലെ നിങ്ങൾക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലെങ്ത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. ഇനി നമുക്ക് ഇതിനെ അതിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കോർത്ത് വെച്ച ബീഡിലേക്ക് നമ്മൾ ബീഡ് കോർത്തിട്ട് ഫുള്ളായിട്ട് അതിനെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഈ ഐപ്പിന് ഇട്ടതിന് ശേഷം അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12 ബീഡ് എടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് 6 ഐപ്പിനെ വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി 6 പീസും അതിൻ്റെ കട്ടിങ് പീസിൽ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ വീണ്ടും അടുത്ത ബീഡ്. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കോർത്ത് പോകണമെന്നില്ല. ഓരോ ബീഡ് കോർത്ത് വെച്ചിട്ട് ലാസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഈസി ഇതാണ് കേട്ടോ. ഇങ്ങനെ കോർത്ത് പോകുമ്പോൾ നമ്മൾ എല്ലാ ബീഡും കോർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രേസ്ലെറ്റ് നമുക്ക് റെഡിയായി കിട്ടും. വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെയും കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ആ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സാധാരണ ഐപ്പിനൊക്കെ നമുക്ക് 2 എണ്ണം വെച്ച് കിട്ടും ലെങ്ത്തിൽ. പിന്നെ ഇതിലും ചെറിയ ഐപ്പിനുകൾ വരുന്നുണ്ട് കേട്ടോ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ലെങ്ത്ത് വളരെ കുറവാണ്. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഈ ഒരു ബീഡ് ടൈപ്പിനിൽ ലോക്ക് ചെയ്യണത് നിങ്ങൾ കോർത്ത് വെച്ചിരിക്കുന്ന ഐപ്പിനില്ലേ അതിലേക്കും ലോക്ക് ചെയ്തെടുക്കാം. അതും ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏതാണോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ല, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കോർത്തെടുക്കുന്ന ഐപ്പിന് ലോക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇത് ലൂപ്പ് നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് ലോക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ അതിന് ശേഷം നമ്മൾ പുതിയ ഐപ്പിൻ്റെ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമല്ലോ. ഇപ്പോൾ നമ്മളിവിടെ പുതിയ ഐപ്പിന് ചെയ്തെടുക്കുകയാണ് കട്ടിങ് പീസിൽ നിന്ന്. അല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഐപ്പിനെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. നേരത്തെ നമ്മൾ ബീഡ് ഇട്ടിട്ട് ആ ഐപ്പിനാണല്ലോ ലോക്ക് ചെയ്ത് കൊടുത്തത്. അതിന് പകരം ഇതും ചെയ്യാം. അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നണേന്ന് വെച്ചാൽ അത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ കാണിച്ചാൽ ഇതുപോലെ നമ്മൾ ഐപ്പിന് കോർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ഐപ്പിനെ നമ്മൾ നേരെ പിടിച്ചിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് അതിനെ ലോക്ക് ചെയ്താൽ മതിയല്ലോ. മറ്റേത് നമ്മൾ ബീഡ്സ് വരുന്നത് കാരണം അവിടെ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ബ്ലാക്കും ഗോൾഡും ആ ഒരു കോമ്പിനേഷനിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ കയ്യിന് ആ ഒരു ലെങ്ത്തിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫുൾ ലെങ്ത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിയുടെയും ചെയിൻ്റെയും ലെങ്ത്ത് കുറച്ചിട്ടുള്ളത് ബീഡ്സ് കോർത്താൽ മതി, അല്ലെങ്കിൽ ലൂസായി പോകും. നമ്മളിപ്പോൾ കയ്യിൻ്റെ അളവെടുത്തു, അതിനുശേഷം നമ്മൾ ആ അളവിന് ഫുള്ള് ബീഡ് കോർത്തു, വീണ്ടും കണ്ണിയും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസ്ലെറ്റ് ലൂസാവും. അപ്പോൾ അതില്ലാണ്ട് നമ്മൾ ആ ഒരു അളവെടുത്ത് അത്രയും തന്നെ ബീഡ്സും കണ്ണിയും ചെയിനും വരുന്ന രീതിയിൽ നമ്മൾ ബ്രേസ്ലെറ്റ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത് ഫുള്ളായിട്ട് കോർത്ത് കാണിച്ചു തരാം. ഞാൻ ഇത്രയും ബീഡ്സാണ് ഞാൻ കോർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ 12 ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെനിക്ക് 6 ഐപ്പിനിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മെറ്റീരിയൽസ് അധികം വേസ്റ്റ് ആവാത്ത രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ഫുള്ള് നമ്മളിതുപോലെ കോർത്തേണ്ടത്. ഇത് നമുക്ക് കുട്ടികളുടെ പാദസരമായിട്ട് അതുപോലെ മാലയായിട്ട് നല്ല ലെങ്ത്തിൽ ചെയ്ത കരിമണി മാലയായിട്ടും കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ആംഗ്ലറ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു സൈഡിലെ ഐപ്പിനെ നമ്മൾ അതുപോലെ ഒന്ന് അകത്തിയിട്ട് ഒരു സൈഡിൽ നമ്മുടെ കണ്ണി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ കോർത്ത് വരുമ്പോൾ 2 സൈഡിലും ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് അല്ലെങ്കിൽ 2 സൈഡിലും ഗോൾഡൻ ബീഡ് ആ രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഇനി അല്ല ഒരു
സൈഡിൽ ഗോൾഡിന് ഒരു സൈഡിൽ ക്രിസ്റ്റൽ വന്നു എന്ന് വെച്ചാൽ അതും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതിനിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാറ്റേൺ ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കണ്ണി കോർത്തു, ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് കൊളുത്തിട്ട് കൊടുക്കണം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് റിങ്ങിൽ നിങ്ങൾക്ക് കൊളുത്തിട്ടിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഐപ്പിനിലേക്ക് തന്നെ കൊളുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മൾ നല്ല കരിമണിയുടെ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുത്തല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബീഡ് ക്യാപ്പ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ക്രിസ്റ്റൽ ബീഡിന് ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗോൾഡൻ ബീഡിന് പകരം നമുക്ക് വൈറ്റ് പേൾ ബീഡ് ഇട്ടിട്ട് ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഗോൾഡിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലൊക്കെ നമുക്ക് കിട്ടും. ജ്വല്ലറിയും ഹെയർ ആക്സസറീസും നമ്മൾ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത ബാച്ച് നമ്മൾ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല.